യാത്രകൾ ചെയ്യാനും കാഴ്ചകൾ കാണാനും ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ആർക്കാ ഇഷ്ടമില്ലാത്തതല്ലേ? എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഞാൻ ബിജു തോമസ്. വെൽക്കം ടു ട്രാവൽ വിത്ത് തോമസ്. ട്രാവൽ വിത്ത് തോമസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളെയും കൊണ്ട് ഞാൻ പോകുന്ന അലഹബാദിലേക്കാണ്. അവിടെ ചരിത്രപ്രസിദ്ധമായ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്, നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ത്രിവേണി സംഘം, അക്ബർ ഫോർട്ട്, ബഡേ ഹനുമാൻ മന്ദിർ, അതുപോലെ ഇന്ദിരാഗാന്ധി ജനിച്ച സ്ഥലം ഒക്കെയല്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ അവിടെ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കുകയാണ്. അവിടെ റിക്ഷക്കാരോട് ചോദിച്ച് പറഞ്ഞാൽ 100 രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട്. അയാൾ പറഞ്ഞാൽ കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഷെയർ ഓട്ടോയൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ പോകുന്ന വഴി ഈ സൈഡിലെല്ലാം പാർക്കിംഗ് ആണ്. ഇവിടെ കുംഭമേള കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 26 വരെയായിരുന്നു കുംഭമേള. നമ്മൾ അവിടുന്ന് നടന്ന് കുറച്ച് ഇങ്ങോട്ട് പോന്നു. അവിടെ ഒരു റിക്ഷ കിട്ടി. അപ്പോൾ സംഗമത്തിൽ പോകുന്നു. സംഗമത്തിൽ പോകണമെങ്കിൽ 20 രൂപ, പിന്നെ ഹനുമാൻ മന്ദിർ പോകണമെങ്കിൽ 10 രൂപയെന്ന് പറഞ്ഞു. तो हमारे जो भाई हैं, आपका नाम क्या है? सोमिल. आप क्या करते हैं? कॉलेज. तो हमारे जो भाई हैं सोहिल नाम है. आप इधर के हैं क्या? लोकल है. मैं पहले आया था, मैं कुंभ मेला का टाइम में आया था मैं, तो क्या तो बहुत भीड़ था ना. हाँ, तो बहुत रश. हाँ, तो उस टाइम गए थे मैं, और दिसंबर में भी था इधर में. और आपका रहना किधर है फिर? मेरा दांडी यहाँ से दूर है क्या? हाँ, यहाँ अभी आप उस तरफ जा रहे हैं? हाँ, 10 किलोमीटर. अच्छा, यहाँ से 10 किलोमीटर. ഈ കാണുന്നതെല്ലാം കുംഭമേള സമയത്ത് പണിത ടെൻറ്റുകളൊക്കെയാണ്. ഇതെല്ലാം പോലീസുകാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ളതൊക്കെ പണിതാണ്. हनुमान मंदिर इधर है क्या? अकबर फोर्ट का अंदर भी जाने को मिलता है? हाँ, जाने को मिल जाएगा. അവിടെ നിന്ന് റിക്ഷയ്ക്ക് വന്നപ്പോൾ സംഗമത്തിൻ്റെ സ്ഥലത്ത് എത്തി. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, സംഗം സ്നാൻഘട്ട്. ഇപ്പോൾ കുംഭമേള സമയത്ത് പലരും വരുന്നത് പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടാണ്. യമുന നദിയുടെ തീരത്തോ ഗംഗാ നദി തീരത്തൊക്കെ ആയിട്ടാണ്. പക്ഷേ അത് യഥാർത്ഥ സംഗം എന്ന് പറയുന്ന ഇവിടാണ് വരുന്നത്. 2 നദികളിൽ നിന്ന് കൂടിച്ചേരുന്ന ഭാഗം. ഗംഗ, യമുന, സരസ്വതി. അത് നേരെ കാണുന്ന അതാണ് അക്ബർ ഫോർട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞിട്ട് അക്ബർ ഫോർട്ടിൽ പോകാം. അതിനപ്പുറത്തൊരു ബ്രിഡ്ജ് കണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന ബ്രിഡ്ജാണ്, നൈനി ബ്രിഡ്ജ് എന്ന് പറയും. പുതിയ യമുന ബ്രിഡ്ജാണത്. യമുന നദിയുടെ കുറുകെ പണിതൊരു പുതിയൊരു ബ്രിഡ്ജാണ്. നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അവിടെ ആ സംഗമ സ്ഥലത്ത് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നടന്ന് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഈ വെള്ളത്തിനകത്ത് ആൾക്കാർ കണ്ടോ? ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് പൈസ പെറുക്കുകയാണ് അവർ. കാരണം ഈ തീർത്ഥാടകർ വരുന്നവർ ഇതിനകത്ത് പൈസ നിക്ഷേപിക്കും. അപ്പോൾ അതൊരു മാഗ്നറ്റൊക്കെ വെച്ചിട്ട് ഇത് പെറുക്കിയെടുക്കുകയാണ്. പിന്നെ ഇത് ബോട്ട് സർവീസുകൾ നേരെ കാണുന്നത് അതാണ് അരയൽഘാട്ടെന്ന് പറയുന്നത്. ഞാൻ കുംഭമേള സമയത്ത് വന്നപ്പോൾ അവിടെ ആണ് വരുന്നത്, ഇപ്പുറത്തായിട്ട് വന്നത്. കാരണം അതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 144 വർഷത്തിന് ശേഷം നടക്കുന്ന കുംഭമേളയിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റി. ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം നടക്കുന്നൊരു കാര്യം. അതിലൂടെ എനിക്കിവിടെ പങ്കെടുക്കാൻ പറ്റി. വളരെ സന്തോഷമാണ്. വന്നെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വന്ന് ഇവിടെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം അതേപോലെ തിരക്കത്തുണ്ട്. ആളുകളുടെ തുണികളൊക്കെ ഇതിനകത്ത് കൊണ്ടിട്ടിട്ട് എന്നാൽ വൃത്തികേടാക്കി വെച്ചിരിക്കുകയെന്ന് നോക്കി. അതല്ല, ഇവിടുന്ന് വാരി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ അടുത്ത് കാണുന്ന വെള്ളമൊന്നും ഒരു ക്ലീനല്ല, അത് ഒഴുക്കില്ലാത്തതാണ്. പക്ഷെ അപ്പുറത്ത് യമുന നദിയിൽ കാണുന്ന വെള്ളം നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. നമ്മൾ പോകുന്ന യമുന തീരത്തോടാണ്. ഇവിടെ ആൾക്കാർ, കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ കന്നാസുകളൊക്കെ വെച്ചിട്ടുണ്ട്.
ആൾക്കാർക്ക് ഇവിടെ ഗംഗാ നദിയിൽ നിന്ന് ഇവിടെ ഇരുന്നൊരു വെള്ളം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആ പൊടികൾ കാണുന്ന സ്ഥലമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഗമം എന്ന് പറയുന്നത്. ഗംഗ, യമുന, സരസ്വതി 3 നദികളുടെ സംഗമം, ത്രിവേണി സംഗമം. സരസ്വതി നദി ഭൂമിക്ക് അടിയിൽ കൂടി ഒഴുകുന്നതാണ്, സാങ്കല്പിക നദിയാണത്. ഭൂമിക്ക് അടിയിൽ കൂടെ ഈ കാണുന്നതാണ് ഗംഗാ നദി. വളരെ ശാന്തമായി, കാരണം വെള്ളമൊക്കെ ഒരുപാട് കുറഞ്ഞ് ഇവിടെ വന്നിട്ട് പോയിട്ട് ആൾക്കാരെല്ലാം വെള്ളമെല്ലാം കോരിക്കൊണ്ട് പോയിട്ട് വെള്ളമെല്ലാം ഒരുപാട് കുറഞ്ഞു. പണിത് താൽക്കാലികമായിട്ട് പണിത ബ്രിഡ്ജുകൾ കാണാം, ഫോണ്ടോൺ പൂൾസ് കാണാം. പിന്നെ ഒരു പിപ്പ ബ്രിഡ്ജ് എന്ന് പറയും, താൽക്കാലിക യാത്രയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ വേണം ഒട്ടക സവാരിയൊക്കെ നടത്താം. അലങ്കരിച്ച് നിർത്തിയ ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സംഘം ഗംഗ, യമുന, സരസ്വതി ത്രിവേണി സംഗമം ഞാൻ കാണിച്ചു. ഇനി നമുക്ക് അക്ബർ ഫോർട്ടിലേക്ക് പോകാം. ഞാൻ എൻ്റെ യാത്രകൾ ചെയ്യുന്നവർ എൻ്റെ ജോലി സംബന്ധമായ യാത്രകളാണ്. ആ ജോലി സംബന്ധമായ യാത്രകളിൽ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ അത് യൂട്യൂബിലൂടെ ഞാൻ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. കാരണം അങ്ങനെയാണെങ്കിൽ ഇനിയും ഉള്ള വീഡിയോകൾ, ഇനി വരുന്ന വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അതുകൊണ്ട് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ തന്നെ നല്ലപോലെ വെയിലുണ്ട്, അതുകൊണ്ട് വിയർക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ റോഡുണ്ട്, ആ റോഡിൽ കൂടെ തന്നെ പോകാം. ഇതാണ് ത്രിവേണി സംഗമത്തിൽ നടന്ന് 1 കിലോമീറ്റർ നടന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ അക്ബർ ഫോർട്ടിൻ്റെ അടുത്ത് എത്താറായി. അതിൻ്റെ മുമ്പിൽ കാണുന്നതാണ് അക്ബർ ഫോർട്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാം. അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇവിടെ ഹനുമാൻ മന്ദിരമുള്ളത്. നമുക്ക് ആദ്യം അക്ബർ ഫോർട്ടിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഹനുമാൻ മന്ദിരം കാണാൻ വേണ്ടിയിട്ട്. അക്ബർ ഫോർട്ടിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അകത്ത് കയറി നമുക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല. പിന്നെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മളിപ്പോൾ അക്ബർ ഫോർട്ടിൻ്റെ താഴെ എത്തി. എനിക്ക് പുറകിൽ കാണുന്നതാണ് അക്ബർ ഫോർട്ട്. വന്ന വഴി ഞാൻ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ 2 ബോർഡ് വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നു, എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ നിന്ന് മുകളിലോട്ട് രണ്ടാമത്തതൊന്ന് നോക്കിയേ, പാതാൽപുരി ക്ഷേത്രം. അടിപൊളിയല്ല? നമ്മൾ UP-യിൽ വന്നിട്ട് അവിടുത്തെ ഒരു ബോർഡിൽ നമ്മുടെ മലയാളം ഭാഷ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല അല്ലേ? എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ഇതാണ് പിന്നെ വെളിയിലായിട്ട് തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ഇതാണ് അകത്തോട്ട് പോകാനുള്ള എൻട്രൻസ്. ധാരാളം ആളുകൾ അകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ അകത്തോട്ട് ഇതോട്ട് പോയിട്ട് നോക്കാം അകത്ത് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് കോട്ടയ്ക്കകത്തെത്തി. കോട്ടയ്ക്കകത്ത് മതിലിന് അകത്തെത്തി. ഇപ്പം ഉണ്ട് ഇവിടെ അക്ഷയവട് പാതാൽപുരി എന്ന് പറയുന്നത്. നമ്മളെടുത്ത് അക്ഷയവട് എന്ന് പറഞ്ഞാൽ ആൽമരമാണ് അക്ഷയവട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അക്ഷയവടിനകത്ത് കൊടുക്കണം.
ഇങ്ങോട്ട് ഇവിടെ ഒരു ചെറിയൊരു വാതിലൊക്കെ കൊടുത്തിട്ടൊരു സ്ഥലമാണ്, ഗുഹ പോലെയാണെന്ന് തോന്നുന്നു. നല്ലൊരു പീരങ്കിയുടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അകത്തോട്ട് കയറാൻ പറ്റില്ല, ഇവിടെ ഫുള്ള് വേലിയാണ്, അകത്തോട്ട് കയറിയൊന്നും കാണാൻ പറ്റില്ല. ഇത് വെട്ടക്കാന്ന് വെച്ചാൽ അകത്ത് കയറാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു, പക്ഷെ ഇപ്പോൾ ആരും കയറ്റി വിടുന്നതല്ല. ഇതാണ് വടവൃക്ഷം, അക്ഷയവൃക്ഷം എന്നും പറയും. അതിന് താഴെ സീതാരാമൻ ലക്ഷ്മണൻ്റെ മൂർത്തികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ പൂജയൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഇത് വടവൃക്ഷത്തിൻ്റെ സൈഡിലുള്ളൊരു പുൽത്തകടിയാണ്. ഇനി കോട്ടയ്ക്ക് ചുറ്റും കണ്ട കമ്പി വല ഇട്ട് കെട്ടിയിട്ടുണ്ട്, ഒന്ന് ഇടിഞ്ഞു വീഴാതിരിക്കാനായിരിക്കും. ഇതെല്ലാം മിലിറ്ററിയാണ് ഇതെല്ലാം നോക്കുന്നത്. ഇവിടെ വടവൃക്ഷം കണ്ടിട്ട് നമ്മളിവിടെ എത്തി. ഇനിയിപ്പോൾ അടുത്ത് പോകുന്ന പാതാൾപുരി. ഇവിടെ കണ്ടു, ഇവിടെ ഒരു പെയിൻറ്റിങ് കണ്ടു, പാലാഴി മർദ്ദനത്തിൻ്റെ ആണത്. കുംഭമേളയുടെ പുറകിലുള്ള ഐതിഹ്യം അതാണല്ലോ. പാലാഴി കടഞ്ഞെടുത്ത അമൃത് മഹാവിഷ്ണു 4 സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഹരിദ്വാർ, പ്രയാഗരാജ്, ഉജ്ജയിൻ, നാസിക്. ഇനിയിപ്പോൾ 2025 കുംഭമേള ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കുംഭമേളയുള്ളത് 2027 ഞങ്ങളുടെ സ്വന്തം നാസിക്കിലാണ്. നമ്മുടെ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇവിടെ 2 പിള്ളേർ ശിവൻ്റെ കൂട്ട് വേഷമൊക്കെ കെട്ടി അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ. പിള്ളേരെ വേഷം കെട്ടിച്ചിട്ടുള്ള ഓരോ പരിപാടികൾ ഉണ്ടോ. ഇവിടെ എല്ലാം രാമലക്ഷ്മണന്മാരുടെ, അത് ശ്രീകൃഷ്ണൻ്റെ, ബുദ്ധൻ്റെ, സൂര്യഭഗവാൻ. പാതാൾപുരി മന്ദിർ ജാനേ കാ രാസ്ത. ഇതാണ് പാതാൾപുരി മന്ദിർ. ഇതൊന്നും അറിയില്ല. പ്രവേശ് ദ്വാർ ശ്രീ അക്ഷയവടം മന്ദിർ, പാതാൾപുരി കില്ല, പ്രയാഗരാജ്. ഇവിടെ സ്വാമിജിയുണ്ട്. ഇവിടെ സ്വാമിജിയുടെ നിന്ന് ഞാനും അനുഗ്രഹം മേടിച്ചു. അപ്പോൾ പ്രസാദവും കിട്ടി. നമുക്ക് അകത്തോട്ട് പോകണം. നമ്മളിവിടെ ചെരുപ്പ് ഊരിയിടണം. അപ്പോൾ ഞാനും ഇവിടെ ചെരുപ്പ് ഊരിയിട്ടു. ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തോട്ട് പോവുകയാണ്. ഇതെല്ലാം ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം. अपने हाथ से सेवा दान करें भंडारे के लिए। जो आप कर सकते हैं वही सेवा दान करें भंडारे में। माने सेवा दान दिया मनोकामना पूरी। भंडारे के लिए सेवा दान करें, जो आपकी प्रेम श्रद्धा है वही करें। नवो देवी माता का भंडारा है। നമ്മുടെ ഈ നാട്ടിലൊക്കെ അന്നദാനം നടത്തത്തില്ല, അതുപോലെ ഇവിടെ ഭണ്ഡാരം. അതിനാൾക്കാർ അന്നദാനം ചെയ്യാൻ മനസ്സുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് പറയുന്നത്. ഞാനും ഈ ലൈനിലേക്കാണ്. भंडारे में सेवा दान दिया मनोकामना पूर्ण। जो
जो आप कर सकते हैं वही सेवा दान करें। आगे बढ़ते जाएं। अरे ठीक है चलिए माँ जी ने भंडारी में सेवा दान दिया। प्रधान जी ने बाबा के चरणों में 20 रुपए का दान इच्छा अनुसार दान दिया। सदा कल्याण उनकी हर मनोकामना पूरी करे। ओम अक्षय वटाय नमः। ये अक्षय भगवान का मूल्य है। यहाँ दान करने से ठीक दोष खत्म होता है। यहाँ अपने पितरों का दान आपने नाम का जाप होगा। ये साक्षी वर्ड है। कम से कम 101 रुपये अपने पितरों के नाम से दान करिएगा। यहाँ दान करने से पितृ दोष खत्म होता है। तुरंत करेंगे नहीं तो पितृ दोष खत्म होता है। ये अक्षय भगवान का मंदिर है। इसकी जवाब 101 रुपये दान करिए। तुरंत करते ही अक्षय भगवान का मंदिर है। यहाँ दान करने से ഇങ്ങനെ പാതാളപുരിയിൽ പോയി അവിടെ കുറേ ചെറിയ ചെറിയ മൂർത്തികളും അമ്പലങ്ങളൊക്കെയാണ്. മാതാപിതാക്കൾ ദാൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഞാനും അവിടെ ദാൻ ചെയ്തു. ഇത് സനാതൻ അക്ഷയവട് എന്ന് പറയുന്നു. അക്ഷയവട് സനാതൻ അക്ഷയവട് പരിക്രമ. ഇതിനെ ചുറ്റി പ്രദക്ഷിണം വയ്ക്കുന്ന പരിക്രമ എന്ന് പറയുന്നത്. ചുറ്റും നൂലും വളയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്താണെന്നുള്ള അറിയില്ല.
ഇവിടെ ഒരു സ്വാമിജിയുണ്ട്, ചരട് കെട്ടി കൊടുക്കുന്നുണ്ട്. പട്ടപ്പോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ് താഴോട്ട്. ഇനി ഇവിടുന്ന് പോകുന്ന ബഡ ഹനുമാൻ മന്ദിറിലോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹനുമാൻ മന്ദിറിൻ്റെ എൻട്രൻസിലെത്തി. ഇതിനടുത്താണ് ഫോർട്ട്. നമ്മളിപ്പം ഇത് അകത്തോട്ട് കയറാം. ഒന്നതിന് ശനിയാഴ്ച കൂടെ ആയതുകൊണ്ട് വളരെ നല്ല തിരക്കാണ്. ചൊവ്വാഴ്ച ശനിയാഴ്ചയാണല്ലോ ഹനുമാൻ മന്ദിരങ്ങളിൽ തിരക്കുള്ളത്. ഒരു ഗേറ്റ് കയറി നോക്കാം. नहाए चुकन बस मंदिर में हनुमान जी के दर्शन करे वाले हैं। हाँ, बजरंग बली के दर्शन करके से बाहर निकल। ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നല്ല വെയിലത്ത് വന്നു. ഇനിയിപ്പോൾ ചെരുപ്പ് അപ്പുറം സൈഡിൽ ഇട്ടിരിക്കുകയാണ്. ഒരു ചെരുപ്പ് എടുത്തുകൊണ്ട് വരണം. വെള്ളം നല്ലപോലെ കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു ചെരുപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം കുടിക്കണം. എന്നിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഹനുമാൻ മന്ദിറിലെ ദർശനമൊക്കെ കഴിഞ്ഞ് 3 മണിക്കൂറുള്ള ലൈനിൽ നിൽക്കേണ്ടത്. അതിനിപ്പോൾ ഇറങ്ങി അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ അടുത്ത് തന്നെ വേറെ സ്ഥലം കൂടെ കാണാം. അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം ഞാൻ. ഇത് ശനിയാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള തിരക്ക് തന്നെ ഉണ്ട്. അമ്പലങ്ങളിലെല്ലാം ചൊവ്വാഴ്ച ശനിയാഴ്ചയാണല്ലോ പ്രധാന ദിവസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലെ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഇത്ര തിരക്കായിരുന്നെങ്കിൽ കുംഭമേള സമയത്തെ തിരക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. കുംഭമേള സമയത്ത് പോലീസുകാരൊക്കെ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാവില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും
ഇത്രയും വലിയൊരു കുംഭമേളയെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയത് ഇവിടുത്തെ പോലീസുകാരും സർക്കാരും ഒക്കെ തന്നെ. അത് നമ്മളെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പുറത്ത് ആ ഗേറ്റ് തുറക്കാത്തതുകൊണ്ടല്ല, നമുക്ക് നേരത്തെ അതിലങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ആദിശങ്കര വിമാനമണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, അകത്ത് കയറി കഴിഞ്ഞാലേ അറിയുള്ളൂ. അകത്ത് കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് എന്താണെന്ന് പറഞ്ഞു തരാം. മണ്ഡപത്തിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ അകത്ത് നമുക്ക് ക്യാമറ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മേളിലോട്ടൊന്നും കയറിയില്ല. അപ്പോൾ ഒന്ന് നല്ല ദാഹമുണ്ട്, നമുക്ക് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകണം. एक सोडा वाला बनाओ। हाँ बना दी। आयो आप पीना है? हेलो आप पीना? तो मैं अपनी श्रीमती जी को बुला लेता हूँ। आजा आजा। आप कहाँ से? बम्बई से। मुंबई से। मुंबई में आपका- कहाँ? है? मुंबई से कहाँ? मुंबई पनवेल। पनवेल। आप कहाँ के रहे हो? मैं नासिक से। अच्छा नासिक से। तो मोना आजा। केरला है मेरा, आजा। मैं लेकिन नासिक में रहता हूँ। अच्छा, बहुत बढ़िया जी। हाँ। आप लोग पनवेल में? हाँ, आजा जा जा, तेरी फोटो खींचेंगे। आजा फिर आप तो कैसे आए घूमने यहाँ? अरे आती क्यों नहीं है? नारंगा वेल्लम कुടിക്കുന്ന अंकलമാരാണ്. हाँ, आप लोग कितने दिन से इधर? कल ही आए हम। कल ही कल आए अभी 10 दिन का टूर है हमारा। अच्छा, अभी यहाँ से अयोध्या वगैरह जाएंगे। वहाँ काशी। काशी। काशी से फिर अयोध्या। अयोध्या कल चित्रकूट जाएंगे। हाँ चित्रकूट। आजा आजा। कोई मैं भी चित्रकूट रास्ते पे है TPGCL टाटा पावर करके. लो ये वांटेड में डाल देंगे। लापता हो गया इधर जाके. बोले खो गए करके, खो गए करके, खो गया करके ये वांटेड में डालेंगे। അപ്പോൾ നമ്മളിവിടെ നിന്ന് നാരങ്ങ വെള്ളം മേടിച്ച്, അപ്പോൾ ഞാനവിടെ നാരങ്ങ വെള്ളം കുടിച്ചെടുപ്പോൾ ആൾക്കാരെ കാണിച്ചില്ല. അവർ പനവേലിൽ നിന്ന് വന്നവരാണ്. അവരൊരു 10 ദിവസത്തെ ടൂറിന് അയോധ്യ കാശിയൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയവരാണ്. അപ്പോൾ ഞാനും നാസിക്കിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി. പിന്നെ അവർ കുറേ മറാഠിയൊക്കെ സംസാരിച്ചു. അവർ പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരാണ്, പക്ഷേ അവർ പനവേലിൽ സെറ്റിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ത്രിവേണി സംഗമം, അക്ബർ ഫോർട്ട്, ഹനുമ മന്ദിർ എല്ലാം കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.